നമസ്കാരം സഹോദരങ്ങളെ, ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ലളിതമാണെന്ന് തോന്നിയാലും വളരെ ആഴമുള്ള ഒരു ചിന്തയെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ വിഷയം ഇതാണ്: മനസ്സിൻ്റെ സമാധാനം നമ്മൾ തന്നെയല്ലേ നിർമ്മിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കുന്നതും കരുതുന്നതും എന്താണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ശരിയായാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടൂ എന്നല്ലേ? അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ എന്നല്ലേ? പക്ഷേ തത്വചിന്ത നമ്മോട് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. സമാധാനം പുറമേയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വരുന്നതല്ല. അത് നമ്മുടെ മനസ്സിൽ അനുഭവിച്ചറിയേണ്ടവയാണ്. നമ്മുടെ മനസ്സാണ് ലോകത്തെ അനുഭവിക്കുന്ന വിധം രൂപപ്പെടുത്തേണ്ടത്. ഉദാഹരണത്തിന്, കടലിനെ നോക്കിക്കൊണ്ട് കരയിലിരിക്കുന്ന ഒരാൾക്ക് അത്യന്തം ശാന്തത അനുഭവപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് അവിടെ ഇരിക്കുന്നത് ബോറടിയായി മാറിയേക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഒരേ സ്ഥലത്തു തന്നെ വ്യത്യസ്തമായ മനസ്സുള്ളവരെ അല്ലേ? പലപ്പോഴും അങ്ങനെയുള്ളവരെ നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും സമൂഹത്തിലും നമുക്ക് കാണാൻ കഴിയാറുണ്ടല്ലോ. ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള പലതും പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിക്കൊള്ളണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കാം. മൂന്നാറിലോട്ട് യാത്ര പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു എന്ന് കരുതുക. അത് കണ്ട് വിഷമിച്ചിരുന്നാൽ യാത്രയുടെ സുഖം നഷ്ടമാകില്ലേ? എന്നാൽ അതിനു പകരം ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തേയിലത്തോട്ടങ്ങൾക്കിടയിലെ ഒരു തേയില ഫാക്ടറിയുടെ മുന്നിൽ ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിച്ച് ആ മഴ ആസ്വദിച്ചാൽ മനസ്സെത്ര സുന്ദരമാകും. നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമുള്ളവയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നെത്തുമ്പോൾ പ്രകൃതിയോട് ചേർന്നു നിന്നുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നടക്കാനിറങ്ങുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ശാന്തത അനുഭവിക്കാൻ കഴിയാറുണ്ട്. ഇങ്ങനെ പ്രകൃതിയോട് ചേർന്നുള്ള ഈ ഒരു നടത്തം നമ്മെ ശാന്തമാക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ടത്. കൂടാതെ നമ്മുടെ ജീവിതം നമ്മുടെ തിരഞ്ഞെടുപ്പുകളാൽ രൂപപ്പെടേണ്ടവയാണ്.